പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നാം പ്രവേശിക്കുന്നത് യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ വാതിൽ അടയ്ക്കുക എന്ന രണ്ടാം ഘട്ടത്തിലേക്കാണ്. ധ്യാനത്തിലെ ലിഞ്ച് പിൻ അഥവാ മർമ്മമാണ് ഈ രണ്ടാം ഘട്ടം. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഘട്ടത്തിലേക്ക് കടന്ന് അത് അനുഭവമാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യഘട്ടം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിലേക്ക് പോകുക. Gospel of Matthew chapter 6 verse 6. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ധ്യാനം ചെയ്യുമ്പോൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. മുറിയിലേക്ക് പോകുക എന്നത് സ്ഥലമാറ്റമല്ല, ഇത് സ്ഥിതി മാറ്റമാണ്. ഭൗതിക നീക്കമല്ല, അവബോധ നീക്കമാണ്. കഴിഞ്ഞ ദിവസം ഒരമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഒട്ടും മനസ്സമാധാനമില്ല ഫാദർ, ഒരു മാർഗം പറഞ്ഞു തരുമോ? പ്രശ്നങ്ങൾ കേട്ടപ്പോൾ വളരെ സങ്കീർണമായിരുന്നു. ഉത്കണ്ഠ, ഭയം, അവരുടെ മക്കൾ, അവരുടെ ഭാവി എല്ലാം കുഴഞ്ഞു കിടക്കുന്നു. ഇത് ഉപദേശങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാനാവില്ല, ഇത് ബോധം കൊണ്ടാണ് പരിഹരിക്കേണ്ടത്. ഇവിടെയാണ് യേശു പറഞ്ഞ മുറിയിലേക്കുള്ള പ്രവേശനം പ്രസക്തമാകുന്നത്. സ്നേഹമുള്ളവരെ, മുറിയിലേക്ക് പ്രവേശിക്കുക, ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു മുറിയിലേക്ക് കടക്കുക എന്നതല്ല. അത് ഒരു അവബോധ നീക്കമാണ്. നമ്മുടെ ബോധം സ്വാഭാവികമായി പുറത്തേക്കാണ് പോകുന്നത്. ശബ്ദങ്ങൾ, മനുഷ്യർ, സംഭവങ്ങൾ, ആശങ്കകൾ, കുടുംബം, ജോലി, ഭക്ഷണം, മക്കളുടെ ഭാവി തുടങ്ങിയവയിലേക്ക്. കാരണം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സ്വാഭാവിക പ്രവണത പുറം ഉത്തേജനങ്ങളോട് പ്രതികരിക്കലാണ്. ഇത് സർവൈവൽ ബ്രെയിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ മുറിയിലേക്കുള്ള പ്രവേശനം ഒരു മാറ്റം സൃഷ്ടിക്കുന്നു. ശ്രദ്ധ പുറത്തുനിന്ന് അകത്തേക്ക് തിരിക്കുന്നു. ശാസ്ത്രീയമായി ഇതിനെ പുനർദിശാബോധം, അറ്റൻഷൻ റീഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നു. അതായത് പുറം ഉത്തേജനങ്ങളിൽ നിന്ന് അന്തർ അനുഭവങ്ങളിലേക്ക് മാറുന്നു. മുറിയിലേക്ക് പോകുക ഒരു സെൻസറി വിഡ്രോവൽ, ഇന്ദ്രിയ നിരോധനമല്ല. മുറിയിലേക്ക് പോകുക ഒരു സെൻസറി ഹൈറാർക്കിയുടെ ഇന്ദ്രിയ ക്രമം പുനർക്രമീകരിക്കുകയാണ്. എന്താണത്? എക്സ്റ്റെറോസെപ്ഷൻ, പുറംബോധം ആധിപത്യം ചെലുത്തിയിരുന്നിടത്ത് ഇന്റെറോസെപ്ഷൻ, അന്തരബോധം മുൻതൂക്കം നേടുന്നു. അപ്പോൾ മുമ്പ് ചോദിച്ചിരുന്നത് പുറത്ത് എന്താണ് നടക്കുന്നത്, എന്നാൽ ഇപ്പോൾ ചോദിക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രതികരണ ബോധത്തിൽ നിന്ന് റിയാക്റ്റീവ് കോൺഷ്യസ്നെസ്, പ്രതിഫലന ബോധത്തിലേക്ക് റിഫ്ലക്റ്റീവ് കോൺഷ്യസ്നെസ്ക്കുള്ള മാറ്റമാണ്. മുറിയിലേക്ക് പോകുക ഒരു ചുവട് മാറ്റമാണ്. ഇതാണ് ധ്യാനത്തിൻ്റെ യഥാർത്ഥ തുടക്കം. ആ മുറിയിലേക്ക് പ്രവേശിക്കാത്തവന് വാതിൽ അടയ്ക്കാൻ കഴിയത്തില്ല. ആയതിനാൽ രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ്. വാതിൽ അടയ്ക്കുക. എന്താണ് ധ്യാനത്തിൽ വാതിൽ അടയ്ക്കുക? എന്താണത് അർത്ഥമാക്കുന്നത്? വാതിൽ അടയ്ക്കുക ജീവിത നിഷേധമല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല, വികാരങ്ങളെ നിരാകരിക്കലല്ല, അവഗണിക്കലല്ല. നമ്മുടെ മതനിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒരു വികാരത്തെ, ഒരാഗ്രഹത്തെ പൂർണ്ണമായി നിർത്താൻ ആവശ്യപ്പെടാം. പക്ഷേ
ആന്തരിക ബോധമില്ലാതെ പുറത്തെ നിയമം മാത്രം പ്രവർത്തിച്ചാൽ അത് നിയന്ത്രണം പോലെ തോന്നാം. എന്നാൽ അകത്ത് അത് സപ്രഷൻ, അടിച്ചമർത്തലായിരിക്കും. എന്താണ് സപ്രഷൻ? ചിന്തയോ വികാരമോ ഇല്ലെന്ന് നടിക്കുക, ഭയം തള്ളിക്കളയാൻ ശ്രമിക്കുക. പക്ഷേ ഒരു അപകടമുണ്ട്. ശാസ്ത്രീയമായി ഒരു വികാരത്തെ നിഷേധിക്കുന്നത് അത് ഇല്ലാതാക്കുകയല്ല. അത്തരം സാഹചര്യങ്ങളിൽ അത് ശരീരത്തിൽ തുടരുകയും നാഡീവ്യവസ്ഥയിൽ കൂടുതൽ ശക്തിയോടെ സജീവമാവുകയും ചെയ്യും. ഈ ദീർഘകാല സപ്രഷൻ, അതായത് ഒരു വികാരം ആവർത്തിച്ച് അടിച്ചമർത്തുമ്പോൾ നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകും. സമ്മർദ്ദ ഹോർമോൺ കോർട്ടിസോൾ അതിൻ്റെ നില ഉയരും. നമ്മുടെ മാംസപേശികൾ സ്ഥിരമായ ഉത്കണ്ഠയിലായിരിക്കും. അത് പിന്നീട് ഉയർന്ന രക്തസമ്മർദ്ദം, ആകാംക്ഷ രോഗങ്ങൾ, ഉത്കണ്ഠ വ്യാധികൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, വിഷാദം, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്നിവയായി മാറാം. കാരണം നാം എന്തെങ്കിലും അടിച്ചമർത്തുമ്പോൾ ശരീരം മറക്കില്ലതിന്. അടിച്ചമർത്തിയത് രൂപമാറ്റം ചെയ്ത് മടങ്ങി വരും. പുറത്ത് ഒരാൾ സന്യാസിയോ വിശ്വാസിയോ അനുസരണയോടെ ജീവിക്കാം. പക്ഷേ അകത്ത് ആഗ്രഹവും നിയമവും തമ്മിൽ നിശബ്ദമായ സംഘർഷം നടക്കാം. ഈ ആന്തരിക വൈരുദ്ധ്യം ദീർഘകാലത്ത് വ്യക്തിത്വത്തിൻ്റെ ഏകീകരണം തകർക്കും. അതിനാൽ വാതിൽ അടയ്ക്കുക എന്നത് ജീവശാസ്ത്രത്തെ നിഷേധിക്കലല്ല, അത് ഉത്തേജനം ഉണ്ടായതിനെ അംഗീകരിച്ച് അതിൻ്റെ ദിശയെ വിവേകത്തോടെ ക്രമീകരിക്കലാണ്. അതായത് മനസ്സിനെ ഒരു റീസെറ്റ്, പുനർക്രമീകരണം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ധ്യാനത്തിൽ വാതിൽ അടയ്ക്കുന്നത് ഒഴിവാക്കാനാവാത്ത ഒരു താത്വിക ആത്മീയ അഭ്യാസമാണ്. നമ്മുടെ അനുഭവ ലോകത്തിൽ പ്രധാനമായും 6 പ്രവർത്തന വാതിലുകൾ കാണാം. ശരീരത്തിൻ്റെ EIP സംവിധാനം, എക്സ്റ്റെറോസെപ്ഷൻ, കാഴ്ച, ശബ്ദം, സ്പർശം, മണം, രുചി. ഇൻറ്ററോസെപ്ഷൻ, ഹൃദയമിടിപ്പ്, ശ്വാസം, ഉള്ളിലെ സമ്മർദ്ദം. പ്രോപ്രിയോസെപ്ഷൻ, ശരീരസ്ഥിതി ബോധം. ഇവ നമുക്ക് പൂർണ്ണമായി നിർത്താനാവില്ല. എനിക്ക് പറയാൻ പറ്റുമോ ഞാനിനി കേൾക്കില്ല എന്ന്? അങ്ങനെ തീരുമാനിച്ചാലും എൻ്റെ ഓഡിറ്ററി കോർട്ടെക്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാനിനി എൻ്റെ ഹൃദയമിടിപ്പ് അനുഭവിക്കില്ല എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഓട്ടോണോമിക് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനാൽ അടയ്ക്കൽ എന്നത് സിഗ്നൽ നിർത്തലല്ല, മറിച്ച് ശ്രദ്ധയുടെ ക്രമീകരണമാണ്. അതുപോലെ മനസ്സിൻ്റെ സെർ സംവിധാനം, സർവൈവൽ ലെയർ, അതായത് ഭയം, രക്ഷാപ്രവർത്തനം, ഇമോഷണൽ ബ്രെയിൻ, ആഗ്രഹം, സ്നേഹം, വിരക്തി, റാഷണൽ ലെയർ, വിവേകം, തീരുമാനശേഷി, ഇവയെ നിരോധിക്കുകയല്ല ധ്യാനം. ജീവശാസ്ത്രപരമായി ഒരു വികാരത്തെയും ഒരു ഉത്തേജനത്തെയും പൂർണ്ണമായി നിർത്തുക അസാധ്യമാണ്. ഈ വാതിലുകൾ എത്രത്തോളം അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിനും ജീവിത അവസ്ഥയ്ക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ നിർണായകമായ ഒരു സിദ്ധാന്തമാണ്. കാരണം ധ്യാനം യന്ത്രപരമായ നിയമപുസ്തകമല്ല. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട അഭ്യാസമാണ്. എല്ലാവർക്കും ഒരേ അളവ് വേണ്ട. വാതിൽ അടയ്ക്കുക എന്നത് എല്ലാ വാതിലുകളും പൂർണ്ണമായി അടച്ചിടുക എന്ന അർത്ഥത്തിലല്ല. അത് വിവേകപൂർവമായ
നിയന്ത്രണമാണ്. ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് സ്നേഹപ്രകടനം സ്വാഭാവികവും ആവശ്യവുമാണ്. ഭാര്യയോടോ ഭർത്താവിനോടുള്ള അടുപ്പം ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ ഭാഗമാണ്. ഇവിടെ വാതിൽ അടയ്ക്കേണ്ടതില്ല, ഇവിടെ വാതിൽ ക്രമീകരിക്കേണ്ടതാണ്. പക്ഷേ മറ്റൊരാളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ പിന്തുടരുന്നത്, അവിടെ ഒരു വാതിൽ നിയന്ത്രണം ആവശ്യമാണ്. കാരണം അവിടെ ഉത്തേജനം നൈതികമായും സാമൂഹികമായും ബന്ധങ്ങളെയും ആത്മീയതയെയും തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ അടയ്ക്കൽ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലല്ല, അത് ബന്ധങ്ങളെ സംരക്ഷിക്കലാണ്. എന്നാൽ ഒരു പുരോഹിതൻ, സന്യാസിനി അവർ തിരഞ്ഞെടുത്ത ജീവിത രീതി കൂടുതൽ ഏകാഗ്രതയും പ്രതിജ്ഞാബദ്ധതയും ആവശ്യപ്പെടുന്നു. അവരുടെ അഭ്യാസത്തിൽ ചില വാതിലുകൾ കൂടുതൽ കർശനമായി നിയന്ത്രിക്കേണ്ടി വരും. അതേസമയം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് അതേ കർശനത ആവശ്യമില്ല. ഇത് ഇരട്ട മാനദണ്ഡമല്ല, ഇത് ജീവിതാവസ്ഥ അനുസരിച്ചുള്ള വിവേകമാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ നാഡീവ്യവസ്ഥ എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിച്ചാലും ഉത്തേജനങ്ങളുടെ അർത്ഥം സാഹചര്യാനുസ്യൂതമായി മാറുന്നു. ഒരു വ്യക്തിക്ക് പ്രലോഭനമായത് മറ്റൊരാൾക്ക് സാധാരണ സംഭവമായിരിക്കാം. അതുകൊണ്ട് റെഗുലേഷൻ വ്യക്തിപരമാണ്. സെൽഫ് അവയർനെസ് ഇല്ലാത്ത അടയ്ക്കൽ നിയമപരമായ നിർബന്ധമാകും. സെൽഫ് അവയർനെസ് ഉണ്ടായാൽ അടയ്ക്കൽ ബോധപൂർവമായ തിരഞ്ഞെടുത്ത നടപടിയായിരിക്കും. ആയതിനാൽ ഈ അടയ്ക്കലിന്റെ മാനദണ്ഡം വാതിലുകൾ എത്രത്തോളം അടയ്ക്കണം, ഒരു ലളിതമായ മാനദണ്ഡം. ഇത് എൻ്റെ ജീവിതാവസ്ഥയെ ബലപ്പെടുത്തുന്നുണ്ടോ? ഇതെൻ്റെ ബന്ധങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? ഇതെൻ്റെ അന്തർസമാധാനത്തെ സഹായിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അവിടെ കൂടുതൽ അടയ്ക്കൽ ആവശ്യമുണ്ട്. എന്നാൽ ഉത്തരം അതേ ആണെങ്കിൽ അവിടെ തുറന്ന നില ആരോഗ്യകരമായിരിക്കും. സ്നേഹമുള്ളവരെ, വാതിൽ അടയ്ക്കുക എന്നത് പൂർണ്ണ നിരോധനമല്ല. അത് ജീവിതാവസ്ഥ, ഉത്തരവാദിത്വം, ആത്മീയ വിളി, ബന്ധങ്ങൾ എന്നിവയെ പരിഗണിച്ചുള്ള വിവേകപരമായ ക്രമീകരണമാണ്. ഒരാൾക്ക് ആവശ്യമായ അടയ്ക്കൽ മറ്റൊരാൾക്ക് അതേ രീതിയിൽ ആവശ്യമില്ല. കാരണം ധ്യാനം ഒരു പൊതുവായ നിയമമല്ല, ഇത് വ്യക്തിയുടെ ബോധപൂർവമായ ജീവിതക്രമമാണ്. അവിടെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഒന്നിച്ചാണ് നിലകൊള്ളുന്നത്. ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടമായ വാതിൽ അടയ്ക്കുക ജീവശാസ്ത്ര നിഷേധമല്ല, മക്കളെ മറക്കുന്നതല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുമല്ല, ഇന്ദ്രിയ നിരോധനവുമല്ല, വികാര അടിച്ചമർത്തലുമല്ല. അത് ശ്രദ്ധയുടെ ക്രമീകരണമാണ്. ബോധപൂർവ പ്രതികരണ തിരഞ്ഞെടുപ്പാണ്. ഈ ബോധപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കും. സ്നേഹമുള്ളവരെ, കുറച്ചു സമയം ശാന്തമായി നിലത്തോ കസേരയിലോ നമുക്കിരിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ശ്രദ്ധയുടെ ദിശ മാറ്റാം. പുറത്ത് എന്തൊക്കെയോ നടക്കുന്നു, ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ അകത്ത്
ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കകൾ ഉയർന്നേക്കാം. അവയെ നിർത്താൻ ശ്രമിക്കേണ്ട. അവയോട് യുദ്ധം ചെയ്യാൻ പോകേണ്ട. ധ്യാനിക്കാനായി നിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് നിന്റെ ഉള്ളിലെ അവബോധ സ്ഥലമാണ്. ഒരു ചുവടുകൂടി നമുക്ക് കടക്കാം. നമ്മുടെ വാതിൽ അടയ്ക്കുക. പുറത്തെ ലോകത്തെ തള്ളിക്കളയലല്ല, ശ്രദ്ധയോടെ ക്രമീകരിക്കലാണ്. ചിന്തകൾ ഉയരുന്നു. അവയെ കാണുക. അവയോടൊപ്പം പോകാതെ നോക്കുക. വികാരങ്ങൾ ഉയർന്നു വരാം. പക്ഷേ അവയെ അനുഭവിക്കുക. അതിൽ കുടുങ്ങാതെ നോക്കുക. നമ്മുടെ ശ്വാസത്തെ നമുക്ക് ശ്രദ്ധിക്കാം. അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ശ്വാസം ജസ്റ്റ് അനുഭവിക്കുക. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്. ഒന്നും അടിച്ചമർത്തേണ്ട. ക്രമീകരിക്കുക. അകത്തെ സ്ഥലം തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് ചോദിക്കാം, എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? വെറും സാക്ഷിയായി നിൽക്കുക. റിയാക്ഷനിൽ നിന്ന് റിഫ്ലക്ഷനിലേക്ക് നീങ്ങുക. നമ്മുടെ ചിന്തകളെ റീസെറ്റ് ചെയ്യുക. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. സമാധാനത്തിൽ കണ്ണുകൾ തുറക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ അടുത്ത പാഠങ്ങളിൽ ഈ രണ്ടാം ഘട്ടമായ അടയ്ക്കുക എന്ന വിഷയത്തെ കൂടുതൽ ആഴത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.